നാ കേട്ടോളൂ ഹബീബായ റസൂലുള്ളാഹി ഉറക്കെ ചൊല്ലൂ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് മൻ അക്തറൽ ഇസ്തിഗ്ഫാറ ഇസ്തിഗ്ഫാർ ധാരാളം ചൊല്ലിയാൽ ഒഴിവുള്ള സമയത്തൊക്കെ അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം വെറുതെ അങ്ങനെ തോണ്ടിക്കളിക്കണേ. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് നോക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഞാൻ അധിക സമയം പോകുമ്പോഴും വരുമ്പോഴൊക്കെ രണ്ട് ചെക്കന്മാരെ കാണാം. ഓരെപ്പോഴും ഓരോ പണി ഇങ്ങനെ കുത്തിയിട്ടുണ്ടാവും. അത് രാത്രിന്ന് വ്യത്യാസമില്ല, പകലെന്ന് വ്യത്യാസമില്ല, എല്ലാ സമയം ഇതൊരു കല്ലുമ കുത്തിരുന്ന പോലെ പണി എന്താ വെച്ചാൽ ഇതിങ്ങനെ തോണ്ടിയിട്ട് തീർക്കാൻ സമയം തീർക്കാൻ. ഒരാൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചാൽ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജ, എല്ലാ ടെൻഷനും അല്ലാഹു മാറ്റി കൊടുക്കും. വമിൻ കുല്ലി ലീകിൻ മഖ്റജ, ഇസ്തിഗ്ഫാർ ചൊല്ലിയ എല്ലാ ടെൻഷനും അല്ലാഹു മാറ്റി കൊടുക്കുന്നു. നിങ്ങൾക്ക് തോന്നുന്നു ഉസ്താദേ ഈ ഓൺലൈൻ കാലമായിട്ട് എൻ്റെ കുട്ടിക്ക് മൊബൈൽ അഡിക്ഷനായിട്ടൊരു പ്രത്യേക മാനസികാവസ്ഥയാണ്. അതിപ്പോൾ ഞാൻ ഏതെങ്കിലും കൗൺസിലിങ്ങിൻ്റെ ആളെ കാണിക്കാതെ സുഖാവോ? നിങ്ങളിപ്പോൾ എന്തായി പറഞ്ഞേ? നിങ്ങൾ പറഞ്ഞേ ഇസ്തിഗ്ഫാർ ഇല്ല സുഖാവൂന്ന്. ഞാൻ പറയില്ല. ഹബീബായ റസൂലുള്ളാഹി ഹബീബായ റസൂലുള്ളാഹി. ഞങ്ങളോട് ചോദിക്കട്ടെ, ഏതെങ്കിലും ആളുകൾ മയക്കുമരുന്നിനെ അഡിക്റ്റായിട്ട് തിരിച്ചു വന്ന അനുഭവങ്ങളുണ്ടോ നിങ്ങളടുത്ത്? കൗൺസിലിങ്ങിന് വിധേയനാക്കാതെ അല്ലെങ്കിൽ ചികിത്സിക്കാതെ? എന്നാ സ്വമേധയാ ഒരു കുട്ടി നന്നായി ശ്രദ്ധിക്കണം. ഇസ്തിഗ്ഫാർ ഉമ്മമാർ ചൊല്ലിയാൽ, ഉപ്പമാർ ചൊല്ലിയാൽ, ഏത് ടെൻഷനുള്ള ആളും ആ ടെൻഷൻ മുൻനിർത്തി ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജ, അല്ലാഹു തആല ആ ടെൻഷനിൽ നിന്ന് അയാൾക്ക് മോചനം നൽകുന്നതാണ്. ഈ വാപ്പിയും എപ്പോഴും ഇസ്തിഗ്ഫാർ നിലനിർത്തുന്ന ആളുകളാണ്. മോൻ തന്നെ വാപ്പയോട് വന്നിട്ട് പറയാൻ, ഞാൻ എങ്ങനെ കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ട് മാസങ്ങളായി, എന്നെ ആളുകൾ പഠിപ്പിച്ചിട്ടുണ്ട്, എനിക്കതിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ഒരു സ്വന്തം മോൻ വന്ന് പറഞ്ഞത് ആ കുട്ടിയെ പരിശോധിച്ച ഡോക്ടർ പറയാണ് 1,00,000 കേസ് മാത്രമേ ഇങ്ങനെ ഉണ്ടാവാറുള്ളൂ. സ്വന്തം ഇതിന് അഡിക്റ്റായ ആൾ വന്നിട്ട്, അഡിക്ഷനായി പോയ ആൾ വന്നിട്ട് എനിക്കിതിൽ നിന്ന് രക്ഷപ്പെടണമെന്നൊരാൾ പറയണമെങ്കിൽ ഒരാൾക്കത് കഴിയില്ല. എന്തോ നിങ്ങൾ ചെയ്ത സുഹൃതമാണ്. ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജ വമിൻ കുല്ലി ലീകിൻ മഖ്റജ, അവരനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു അവരെ രക്ഷപ്പെടുത്തുന്നതാണ്. വറസഖഹു മിൻ ഹൈഥു ലാ യഹ്തസിബ്, അവരാഗ്രഹിക്കാത്ത വഴിയിലൂടെ അവരുടെ ഉപജീവനം അല്ലാഹു അവർക്ക് എത്തിച്ചു കൊടുക്കും. അല്ലെങ്കിലോ അവരുടെ എന്ത് ഉദ്ദേശങ്ങളും അല്ലാഹു നിറവേറ്റിക്കൊടുക്കും ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചാൽ. ഹബീബായ റസൂലുള്ളാഹി എല്ലാവരും പതിവാക്കി. നാട് നന്നാവട്ടെ, ഹൃദയം ശുദ്ധിയാവട്ടെ, മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. നമ്മളൊക്കെ കരുതി എല്ലാ ക്ലാസ് റൂമും സ്മാർട്ട് ക്ലാസ് റൂം ആക്കിയ മക്കൾ നന്നാവുന്നല്ലേ? അല്ല, ഈ നന്മകളൊക്കെ നമ്മൾ ചെയ്യണം. ഈ നന്മകൾ ചെയ്യണം നമ്മൾ, എന്നാലേ മക്കൾ നന്നാവൂ, നമ്മളും നന്നാവൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പ് നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇനിസ്തതഅതും അൻ തുക്സിറു മിനൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാർ നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാൻ കഴിയുമെങ്കിൽ ഫഫഅലൂ, നിങ്ങൾ അങ്ങനെ ചെയ്തോളൂ. ഫഇന്നഹു ലൈസ ശൈഉൻ അൻജഹു ഇൻദല്ലാഹി വലാ അഹബ്ബു ഇലൈഹി മിൻഹു, ഇസ്തിഗ്ഫാറിനേക്കാളും അല്ലാഹുവിന് ഇഷ്ടമുള്ള വേറൊന്നില്ല എന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹ്. നമുക്കറിയോ പരിശുദ്ധ ഖുർആൻ ഒരു സംഭവം പറഞ്ഞില്ലേ മക്കക്കാരെ കുറിച്ച്? എന്താ? വഇദ് ഖാലല്ലാഹുമ്മ ഇൻ കാന ഹാദാ ഹുവൽ ഹഖ്ഖ മിൻ ഇൻദിക ഫഅംതിർ അലൈനാ ഹിജാറതൻ മിനസ് സമാ അബിഅതിനാ ബിഅദാബിൻ അലീം. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കക്കാരെ പരിശുദ്ധ ദീനിലേക്ക് പ്രബോധനം ചെയ്തല്ലോ. പ്രബോധനം ചെയ്തപ്പോൾ മക്കക്കാരെ വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. അവരവസാനം എന്ത് പറഞ്ഞു? റസൂലുള്ളാഹിനോട് തർക്കിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. പുണ്യ നബിയുടെ മുമ്പിൽ വെച്ചവർ ഇങ്ങനെ ദുആ ചെയ്തു, വഖാലു അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇൻ കാന ഹാദാ ഹുവൽ ഹഖ്ഖ മിൻ ഇൻദിക, മുഹമ്മദ് ഞങ്ങളോട് ഈ പറയുന്നത് സത്യസന്ധമാണെങ്കിൽ ഫംതിർ അലൈനാ ഹിജാറതൻ മിനസ് സമാ,
ഞങ്ങൾക്ക് നേരെ ആകാശത്തു നിന്ന് കല്ലുകൾ വർഷിപ്പിക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ ഈ അംഗീകരിക്കാത്ത ഞങ്ങളെ വേദനാജനകമായ ശിക്ഷക്ക് നീ വിധേയമാക്ക്. മക്കക്കാര് പറഞ്ഞതാ. റസൂലുള്ളാഹിയെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചപ്പോഴേ ഓല് വിശ്വസിക്കാൻ കൂട്ടാക്കില്ല എന്ന് മാത്രമല്ല, ധിക്കാരം കൊണ്ട് ഓല് പറഞ്ഞു, മുഹമ്മദേ നീ പറയുന്നതാണ് സത്യമെങ്കിൽ എന്താ നിന്റെ റബ്ബ് ഞങ്ങളെ ശിക്ഷിക്കാത്ത? നീ പറ നിന്റെ റബ്ബിനോട് ശിക്ഷിക്കാൻ. ഞങ്ങളുടെ മേൽ ആകാശത്ത് നിന്ന് കൽമയെ പെയ്യിപ്പിക്കാൻ പറ. നിന്റെ റബ്ബിനൊക്കെ കഴിയൂലേ? നിന്റെ റബ്ബിനോട് ഞങ്ങളെ മേലെ കല്ലിന്റെ മഴ വർഷിപ്പിക്കാൻ പറ. അല്ലെങ്കിൽ വേദനാജനകമായ ശിക്ഷ ചെന്നിട്ട് ഞങ്ങളെ മരിപ്പിക്കാൻ പറ. ധിക്കാരപരമായി വെല്ലുവിളിച്ചതാണ്. അതിന് ഖുർആൻ കൊടുത്ത മറുപടി എന്താ പറയുക? നന്നായി ശ്രദ്ധിക്കണേ. ഇസ്തിഗ്ഫാർ ഇല്ലാതെ പോയതാണ് നമുക്ക് ഇന്ന് പോയ ഏറ്റവും വലിയൊരു അബദ്ധം. പഴയ കാലത്തൊക്കെ പള്ളിയിൽ നിന്ന് കണ്ടില്ലെങ്കിലല്ലേ മഗ്‌രിബിന് മുമ്പ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഏതു മഹല്ലിൽ നിന്നും ഇസ്തിഗ്ഫാറുകളുടെ ശബ്ദം കേൾക്കാമായിരുന്നു. എന്നാ സ്ഥാനത്ത് നമ്മൾ കേൾക്കുന്നത് ടറഫുകളുടെ കീഴിൽ ഗോൾ ഗോൾ. നമ്മൾ കേൾക്കുന്നത് മുഴുവൻ ടറഫുകളിൽ നിന്ന് ഗോളടിക്കുന്ന ശബ്ദങ്ങളാണ്, ശബ്ദ കോലാഹലങ്ങളാണ്. എവിടുന്ന് രക്ഷ കിട്ടാനാ? അല്ലാഹുവിന്റെ ഖുർആൻ ഇവര് പറഞ്ഞു എന്തറിയോ? ഞങ്ങളെ ശിക്ഷിക്കാൻ പറ റബ്ബിനോട്. എന്തേ നിന്റെ റബ്ബ് ഞങ്ങളെ ശിക്ഷിക്കാത്തത്? ഖുർആനാണ്. അല്ലാഹു തആല ഇതിന് കൊടുത്ത മറുപടി എന്താണെന്നറിയുമോ? വമാ കാന അല്ലാഹു ലിയുഅദ്ദിബുഹും വഅൻത ഫീഹിം. ഹബീബായ നബി അവരോട് പറയണം, അവർ ശിക്ഷ ചോദിച്ചു വാങ്ങിയാലും ഞാൻ അവരെ ശിക്ഷിക്കില്ല. എന്താ കാരണം? വഅൻത ഫീഹിം, നിങ്ങൾ അവരിലുണ്ട്. യാ റസൂലല്ലാഹ്, അങ്ങ് മക്കക്കാരിൽ ഉണ്ടായിരിക്കെ ഞാൻ അവരെ ശിക്ഷിക്കൂല. പിന്നെ പറഞ്ഞതെന്താ? വമാ കാന അല്ലാഹു മുഅദ്ദിബുഹും വഹും യസ്തഗ്ഫിറാൻ. ഇനി ഹബീബായ നബി അങ്ങ് ഇവിടെ നിന്ന് മദീനയിലേക്ക് പോയാലും ഞാൻ അവരെ ശിക്ഷിക്കൂല. എന്താ കാരണം? വഹും യസ്തഗ്ഫിറാൻ, അവർ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവരാണ്. ബഹുദൈവ വിശ്വാസികളാണവർ, പക്ഷെ അവർ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നുണ്ട്. എന്താണ് ഇസ്തിഗ്ഫാർ? അവർ കഅബാലയം തവാഫ് ചെയ്യുമ്പോൾ ഇങ്ങനെ പറയും, ഗുഫ്രാനക 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 ഗുഫ്രാനക. ഇത് പറഞ്ഞുകൊണ്ടാണ് അവർ തവാഫ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് ബഹുദൈവ വിശ്വാസികളാണെങ്കിലും ഇസ്തിഗ്ഫാർ ഉള്ളത് കൊണ്ട് ഞാൻ അവരെ ശിക്ഷിക്കില്ല എന്നവരോട് പറഞ്ഞേക്കണേ എന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല പറയുകയാണ്. അത്ര വലിയ അമലാണ് ഇസ്തിഗ്ഫാർ. പുണ്യനബി അത് വർദ്ധിപ്പിക്കാൻ പറഞ്ഞ മാസം റജബിന്റെ മാസം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുവേ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. കേട്ടോളൂ, ഖാല റസൂലുള്ളാഹി. ഞാൻ എൻ്റെ വകൊന്നും പറയില്ലേ, രേഖയില്ലാതെ തെളിവില്ലാതെ ആലിമീങ്ങൾ കിതാബുകൾ എവിടെയെങ്കിലും ഉദ്ധരിച്ചതല്ലാതെ ഞാൻ ഒന്നും പറയുന്നേയില്ല. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇൻ അറത്തുമുർ റാഹത വഖ്തൽ മൗത് മിനൽ അതശ്. മരിക്കുന്ന സമയം ദാഹമില്ലാതെ മരിക്കണമെന്നൊരാൾക്ക് ആഗ്രഹമുണ്ടോ? ഇൻ അറത്തുമുർ റാഹത വഖ്തൽ മൗത്, മരണസമയത്ത് റാഹത്തായി മരിക്കണമെന്നൊരാൾക്ക് ആഗ്രഹമുണ്ടോ? ദാഹമില്ലാതെ മരിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? മരിക്കുന്ന സമയത്ത് ഭയങ്കര ദാഹമായിരിക്കുന്നതാണ്. ഇപ്പം അടുത്തൊരാൾ മരിച്ചതിനെ കുറിച്ച് എന്നോട് പറഞ്ഞു, രാത്രിയാണെങ്കിൽ മരിക്കണം, ഒറ്റയ്ക്ക് കിടക്കുന്നു, രാവിലെ ആളെ എഴുന്നേൽക്കുന്ന കാണാത്തപ്പോൾ തുറന്നു വീടൊക്കെ ചവിട്ടിപ്പൊളിച്ച് വാതിലൊക്കെ ചവിട്ടിപ്പൊളിച്ച് തുറന്നു നോക്കുമ്പോൾ ആൾ മരിച്ചെടുക്കണ കാണും. ഈ മരിച്ചു കിടക്കുന്ന ആളുടെ അടുത്ത് വലിയൊരു പാത്രത്തിൽ വെള്ളമുണ്ട് അവിടെ. അപ്പം അയാൾക്ക് മരണവെപ്പളാവിടെ വന്ന പയള് തന്നെ സ്വന്തം പോയി പാത്രത്തിൽ വെള്ളമെടുത്ത് കൊടുത്തിട്ട് കുറേ കുടിച്ച് പിന്നെ കുടിക്കാൻ കഴിയില്ല, ദാഹം ബാക്കിയാണ്, അങ്ങനെ വെച്ച് മരിച്ചു പോയത്. ദാഹം തീർന്നുകൊണ്ട് മരിക്കണമെന്നൊരാൾക്ക് ആഗ്രഹമുണ്ടോ? നമുക്ക് വരാനുള്ളതാണ് വൽ ഖുറൂജ് മഅൽ ഈമാൻ. ഈമാനോടുകൂടെ മരിക്കണമെന്ന് താല്പര്യമുണ്ടോ? വന്നജാത മിനശ് ശൈത്വാൻ, പിശാചിൽ നിന്ന് മരണസമയത്ത് രക്ഷപ്പെടണമെന്ന് താല്പര്യമുണ്ടോ? മരിക്കാൻ പോണ സമയത്ത് ശൈത്താൻ വന്ന് പേപ്പിക്കും. അവസാനത്തെ സമയം എലക്ഷൻ്റെ തലേന്നത്തെ മൈരിയാണ്. എലക്ഷൻ്റെ തലേ ദിവസമല്ലേ ഒരു പരിപാടി, എന്താണ് ഇലക്ഷൻ്റെ തലേ ദിവസം
വോട്ട് പിടുത്തതിന് മുമ്പ് പിടിക്കല്ലേ, പക്ഷെ തലേ ദിവസമുള്ളൊരു പിടുത്തുണ്ട്. അങ്ങോട്ട് കിട്ടൂലെന്ന് തോന്നുന്ന പോലൊക്കെ ഒന്ന് പോയിട്ട് അവസാനത്തെ ഒരു ശ്രമം, അതും കഴിഞ്ഞിട്ട് പിന്നെ ഒരു ശ്രമമുണ്ട്. ബൂത്തിലേക്ക് പോണ വഴിയിൽ നിന്നിട്ട് പിന്നെ കുഞ്ഞാമതേ നമ്മളെ മറക്കരുതേ എന്നൊരു ചിരി, ഒരു പ്രത്യേക ചിരി. അതുവരെ ചിരിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോൾ. അതേപോലെ ഉണ്ട് ശൈത്താനൊരു പണി. പിശാച് അവസാനത്തെ സെക്കൻഡിൽ നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിക്കും. അല്ലേ മജ്ലിസിനോട് ചെല്ലുമ്പോ ചെല്ലില്ല ഞങ്ങള് അല്ലേ, കൂട്ടിയിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലൈനവനാട്ടുവാൻ ബദരിങ്ങളാൽ തുണ റബ്ബന. സത്യാണ്. അപ്പോഴാണ് പിശാചിന്റെ വല്ലാത്ത പ്രയാസം ഉണ്ടാവുക. പല ആളുകളും ബേജാറായി പോകുന്ന സമയമാണത്. ആ സമയം ഒരാൾക്ക് പിശാചിന്റെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെട്ട് നല്ല രീതിയിൽ മരിക്കണമെന്ന ആഗ്രഹമുണ്ടോ? ആരാ ചോദിക്കണം അറിയോ? ഹബീബായ നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാൽ ഫഹ്തരിമു ഹാദിഹി ശുഹൂറ കുല്ലഹാ, ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, അതേപോലെ റജബ്, അല്ലാഹു തആല പ്രത്യേകമായി ആദരിച്ച ഈ മാസങ്ങളെ നിങ്ങളും ആദരിച്ചോളൂ. എങ്ങനെ? ബികതറത്തിസ് സിയാം. ഈ മാസങ്ങളിൽ നിങ്ങൾക്ക് എത്ര നോമ്പ് നോൽക്കാൻ കഴിയുമോ അത്രയും നോമ്പ് നോറ്റോളൂ. ഒന്ന്, ബികതറത്തിസ് സിയാം. റജബ് മാസത്തെ ആദരിക്കേണ്ടത് മറ്റൊരു രൂപം അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്. എത്ര നോമ്പ് നോൽക്കാനും കഴിയുമോ അത്രയും നോമ്പ് നോറ്റോളൂ. വന്നദമു അലാ മാ സലഫ മിനൽ ആസാം. ചെയ്തു പോയ കുറ്റങ്ങൾ ഓർത്തിട്ട് ധാരാളം കരഞ്ഞോളൂ. മാത്രമല്ല വദ്കുറൂ ഖാലിഖൽ അനാം, ധാരാളം ദിക്റുകളും ചൊല്ലിക്കോളൂ എന്ന് നബിയുനാ റസൂലുള്ളാഹ്. എന്നാൽ നിങ്ങൾക്ക് നന്നായി മരിക്കാൻ മാത്രമല്ല, തദ്ഖുലൂ ജന്നത റബ്ബികും ബിസലാം, നിങ്ങൾക്ക് സമാധാനത്തോടെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോവുകയും ചെയ്യാം. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അല്ലാഹു തആല അങ്ങനെ സ്വാഗതം ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ പെടാൻ കഴിയും. ചെയ്യേണ്ടതെന്താ? റജബ് മാസത്തെ നമ്മൾ ആദരിക്കുകയാണ്. എങ്ങനെ? ബികസറത്തിസ് സിയാം. എത്ര നിങ്ങൾക്ക് നോമ്പ് നോൽക്കാൻ കഴിയുമോ അത്രയും നിങ്ങൾ നോമ്പ് നോറ്റോളൂ. ധാരാളം നോമ്പ് നോറ്റുകൊണ്ട് നിങ്ങൾ റജബിനെ ധന്യമാക്കണം എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ സയ്യിദുനാ അനസ് റളിയല്ലാഹു അൻഹു പറയാൻ, അന്നഹു ഖാല, മഹാനവർകൾ പറയുന്നു, അനസ് റളിയല്ലാഹു അൻഹു പറയാൻ 10 കൊല്ലം റസൂലുള്ളാഹിക്ക് സേവനം ചെയ്ത സ്വഹാബിയാണ്. മഹാനവർകൾ പറയുന്നു, അന്നഹു ഖാല ലഖീതു മുആദ് ഇബ്നു ജബൽ, മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ ഒരു ദിവസം ഞാൻ കണ്ടുമുട്ടി. ഫഖുൽതു ലഹു, മുആദ് റളിയല്ലാഹു അൻഹുവിനോട് ഞാൻ ചോദിച്ചു, മിൻ ഐന ജിത, നിങ്ങൾ എവിടെന്നാ വരുന്നത്? അനസ് റളിയല്ലാഹു അൻഹു മുആദ് റളിയല്ലാഹു അൻഹുവിനെ അങ്ങനെ വരുന്നത് കണ്ടു. അപ്പോൾ ചോദിച്ചു, നിങ്ങൾ എവിടുന്നാ വരുന്നത് ചോദിച്ചു. ഖാല, അപ്പോൾ പറഞ്ഞു മുആദ് റളിയല്ലാഹു അൻഹു, ജിഅ്തു മിൻ ഇൻദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹിന്റെ അടുത്ത് നിന്ന് വരികയാണ്. ഫഖുൽതു, അനസ് റളിയല്ലാഹു അൻഹു പറയപ്പോൾ ഞാൻ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, മാ സമയത മിൻഹു, റസൂലുള്ളാഹി പുതിയ വല്ല വിവരവും പറഞ്ഞു തന്നോ? സ്വഹാബികളുടെ താല്പര്യമാണ്. പഴയ കാലത്തൊക്കെ വയൽ കഴിഞ്ഞ് വന്നാൽ ചോദിക്കുമെന്നു, എന്തൊക്കെ കാര്യം ഉസ്താദെന്ന് ഇന്ന് വയലിൽ പറഞ്ഞേന്ന്. ഇപ്പം ആൾക്കാർ ചോദിക്കാൻ എന്താ അറിയോ, ഉസ്താദ് വല്ല വിറ്റും പറഞ്ഞു തോന്നാം. കാലത്തിൻ്റെ വ്യത്യാസമാണ്. എനിക്കറിയാം, ഞാൻ മട്ടന്നൊരു 10-20 കൊല്ലമായല്ലോ. എല്ലാ റമദാനും 10-30 ദിവസം വയലുണ്ടാവും അവിടെ പള്ളിയിൽ. അപ്പോൾ ചില ആൾക്കാർ എന്നോട് പറയും, ഇന്നലത്തെ അതൊരു വിറ്റൊന്നും പറഞ്ഞില്ലല്ലോ, അതുകൊണ്ട് നമ്മളോട് ഇന്നലെ നമ്മളെ സുഹൃത്ത് ചെന്നപാട് തന്നെ ചോദിച്ചത്, മെഞ്ഞാന്നത്തെ വിറ്റ് ഭയങ്കര രസമുണ്ടായിരുന്നു, ഇന്നലെ വിറ്റെന്തെങ്കിലും പറഞ്ഞു എന്നാണ് ചോദിച്ചത്. മഹാനായ സയ്യിദുനാ അനസ് റളിയല്ലാഹു അൻഹു മുആദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, മാ സമയത മിൻ, ഹബീബായ റസൂലുള്ളാഹി പുതിയ വല്ല വിവരവും നിങ്ങൾക്ക് വല്ല അറിവും പകർന്നു തന്നോ? ഖാല, അപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു പറയാൻ, ഞാൻ പറഞ്ഞു, അതേ സമയത്തോ ഞാൻ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു. റസൂലുള്ളാഹിന്റെ സദസ്സെന്ന് എന്താ പറഞ്ഞത്?
മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മുഖ്ലിസൻ ദഖലൽ ജന്ന. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വളരെ ആത്മാർത്ഥതയോടെ അയാൾ പറഞ്ഞാൽ അയാൾ സ്വർഗ്ഗത്തിൽ കടക്കും. വമൻ സാമ യൗമൻ മിൻ റജബ്, റജബ് മാസത്തിലെ ഒരു ദിവസം ഒരാൾ നോമ്പ് നോറ്റാൽ, റജബ് എന്ന മാസത്തിലെ ഒരു ദിവസം ഒരാൾ റജബിനെ ആദരിച്ചുകൊണ്ട് നോമ്പ് നോറ്റു, യബ്തഗി ബിഹി വജ്ഹല്ലാഹ്, അല്ലാഹുവിന്റെ പ്രീതി മാത്രം കാംക്ഷിച്ചുകൊണ്ടെന്നാൽ ദഖലൽ ജന്ന, അയാൾ സ്വർഗ്ഗത്തിൽ കടക്കുമെന്ന് പുണ്യനബി പറഞ്ഞിട്ടുണ്ട്. ثم دخلت, പിന്നെ അനസ് റളിയല്ലാഹു അൻഹു പറയാൻ, ഇത് മുആദനോട് പറഞ്ഞു റളിയല്ലാഹു അൻഹു. അത് കഴിഞ്ഞ് ഞാൻ നേരെ ചെന്നു റസൂലുള്ളാഹിന്റെ അടുത്തേക്ക്. ഫഖുൽതു, ഞാൻ റസൂലുള്ളാഹിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഹബീബായ നബിയെ, അന്ന മുആദൻ അഖ്ബറനി ബികദാ ബികദാ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് മുആദനോട് പറഞ്ഞല്ലോ നബിയെ. റജബ് മാസം ഒരാൾ ഒരു നോമ്പെങ്കിലും നോറ്റാൽ ആ നോമ്പ് കാരണം അല്ലാഹു അയാളെ സ്വർഗ്ഗത്തിൽ കടത്തുമെന്ന് അങ്ങ് പറഞ്ഞിട്ടുണ്ട് എന്ന് മുആദനോട് പറഞ്ഞല്ലോ നബിയേ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം സദഖ മുആദ്, അനസേ മുആദ് പറഞ്ഞത് സത്യമാണ് അനസേ. അപ്പൊ റജബ് മാസം, ആ മാസത്തോടുള്ള ആദരവും ബഹുമാനവും പാലിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് ഒരു ദിവസം നോമ്പ് വറ്റാൽ അള്ളാഹു തആല സ്വർഗം കൊടുക്കുന്നു. ഒറ്റ ദിവസത്തെ നോമ്പിന്റെ പ്രാധാന്യമാണത്. സയ്യിദുനാ അനസ് റളിയല്ലാഹു അൻഹു തന്നെ ഉദ്ധരിക്കുകയാണ്. ഇമാം ബൈഹഖി തങ്ങൾ ശുഅബുൽ ഈമാൻ എന്ന തങ്ങളുടെ ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട് ഈ ഹദീസ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഓർക്കെ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറഞ്ഞു, ഫിൽ ജന്നത്തി നഹറുൻ, സ്വർഗ്ഗത്തിലൊരു പുഴയുണ്ട്. ഫിൽ ജന്നത്തി നഹറുൻ, സ്വർഗ്ഗത്തിലൊരു പുഴയുണ്ട്. യുഖാലു ലഹു റജബ്, ആ പുഴയുടെ പേര് തന്നെ റജബ് എന്നാണ്. റജബ്, സ്വർഗ്ഗത്തിലൊരു പേരുണ്ട്, പുഴയുണ്ട്, പുഴയുടെ പേര് തന്നെ റജബ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ സാമ മിൻ ശഹരിൻ ഹറാം, പരിശുദ്ധമായ യുദ്ധം ഹറാമായ 4 മാസങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ആ മാസങ്ങളിൽ ഏതെങ്കിലും ഒരു മാസം ഒരാൾ നോമ്പ് നോറ്റു, അൽ ഖമീസ വ്യാഴാഴ്ച, വൽ ജുമഅ വെള്ളിയാഴ്ചയും, അതേപോലെ വസ്സബ്ത ശനിയാഴ്ചയും. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ ഒരാൾ നോമ്പ് നോറ്റാൽ കതബല്ലാഹു ലഹു ഇബാദത സനതൈൻ, അല്ലാഹു തആല അയാൾക്ക് 2 കൊല്ലത്തെ ഇബാദത്തിന്റെ പ്രതിഫലം രേഖപ്പെടുത്തുമെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹ്. ഉറക്കെ സ്വലാത്തു ചൊല്ലി ഞാൻ അവസാനിപ്പിക്കാൻ പോവാൻ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹ്. മഹാനായ സയ്യിദുനാ അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസ് ഇമാം ബൈഹഖി തങ്ങൾ ശുഅബുൽ ഈമാനിൽ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യനബി തങ്ങൾ പറഞ്ഞു, മൻ സാമ യൗമൻ മിൻ റജബ്, റജബിലെ ഒരു ദിവസമെങ്കിലും ഒരാൾ നോമ്പ് നോറ്റാൽ കാന കസിയാമി സന, ഒരു വർഷം നോമ്പ് നോറ്റ പ്രതിഫലം അല്ലാഹു തരും. റജബിലെ ഒരു ദിവസത്തെ നോമ്പിന്റെ കൂലി ഒരു വർഷത്തെ നോമ്പിന്റെ കൂലിയാണ്. വമൻ സാമ സബഅത അയ്യാം, ഒരാൾ റജബിൽ 7 ദിവസം നോമ്പ് നോറ്റാൽ ജഹന്നം, നരകത്തിന്റെ 7 കവാടങ്ങളും അയാളുടെ മുമ്പിലായ അല്ലാഹു തആല കൊട്ടിയടക്കുന്നതാണ്. വമൻ സാമ സമാനിയത അയ്യാം, ഒരാൾ റജബിൽ 8 ദിവസം നോമ്പ് നോറ്റാൽ ഫുതിഹത ലഹു സമാനിയതു അബ്വാബിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ 8 കവാടങ്ങളും അയാളുടെ മുമ്പിൽ അല്ലാഹു തുറന്നു വെക്കുന്നതാണ്. വമൻ സാമ അശറത അയ്യാം, കേട്ടോളട്ടോ, റജബിൽ ഒരാൾ 10 ദിവസം നോമ്പ് നോറ്റാൽ, വമൻ സാമ അശറത അയ്യാം, റജബിൽ 10 ദിവസം ഒരാൾ നോമ്പ് നോറ്റാൽ, ലം യസ്അലില്ലാഹ അസ്സ വജല്ല ശൈഅൻ ഇല്ലാ അഅതാ, ആ 10 ദിവസം നോമ്പ് വെച്ചിട്ട് എന്ത് കാര്യം റബ്ബിനോട് അയാൾ ദുആ ചെയ്താലും അല്ലാഹു അത് സാധിപ്പിച്ചു കൊടുക്കും. വയറിൽ ക്യാൻസർ ഉള്ള ആളാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രയാസങ്ങളുള്ള ആളാണ്, മക്കളിൽ പരീക്ഷണങ്ങളുള്ള ആളാണ്, റജബിലെ 10 ദിവസം നോമ്പ് വെച്ചിട്ട് പടച്ച റബ്ബിനോട് 10 ദിവസം പൊട്ടി പൊട്ടി കരഞ്ഞിട്ട് 10ാമത്തെ ദിവസത്തെ നോമ്പ് നൂറ്റിനാൽ ദ്വാരനാൽ ലം യസ്അലില്ലാഹ ശൈഅൻ,
അള്ളാഹുവിനോട് എന്തയാൾ ചോദിച്ചാലും അള്ളാഹു തആല അയാൾക്ക് സാധിപ്പിച്ചു കൊടുക്കുമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുആക്ക് ഉത്തരം കിട്ടുന്ന രീതി എങ്ങനെയെന്ന് നാളെ ഇൻഷാ അല്ലാഹ് സമയം ഉണ്ടെങ്കിൽ പറഞ്ഞുതരും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വമൻ സാമ 15 യൗമാ, 15 ദിവസം ഒരാൾ റജബിൽ നോമ്പ് നോറ്റാൽ നാദാ മുനാദിൻ മിനസ്സമാ, ആകാശത്തു നിന്നൊരാൾ ഇങ്ങനെ വിളിച്ചു പറയും, ഖദ് ഗഫർതു ലക് മാ സലഫ്, കഴിഞ്ഞു പോയ എല്ലാ ദോഷവും ഞാൻ നിനക്ക് പുറത്തു തന്നിട്ടുണ്ട്. ഇതൊക്കെ ഒരു ഗോൾഡൻ ചാൻസ് ആണ്. അടുത്ത കൊല്ലം കിട്ടണമെന്നില്ല. അടുത്ത കൊല്ലം നമ്മൾ ഉണ്ടാവും ഉറപ്പുണ്ടോ? മാരെ അടുത്ത കൊല്ലം നമ്മൾ ഉണ്ടാവും ഉറപ്പുണ്ടോ? ഞാൻ എന്തേ ഇന്ന് റജബിനെ കുറിച്ച് പറയാൻ കാരണം പുണ്യ നബി പറഞ്ഞു, അഫ്ളലുൽ ഇൽമി ഉൽമുൽ ഹാൽ, സാന്ദർഭികമായി ആളുകൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കലാണ് ഏറ്റവും നല്ല ഇൽമെന്ന്, ഏറ്റവും പ്രാധാന്യമേറിയ ഇൽമെന്ന് നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈ സമയങ്ങളെ ധന്യമാക്കാൻ ആഗ്രഹിക്കുന്നവരാണോ മുന്നോട്ട് വന്നോളോ. ഒരാൾ 15 ദിവസം നോമ്പ് നോറ്റാൽ നാദാ മുനാദിൻ മിനസ്സമാ, 15ാമത്തെ നോമ്പങ്ങ് പൂർത്തിയാക്കുന്നതോടുകൂടെ ആകാശത്തു നിന്നൊരാൾ വിളിച്ചു പറയുന്നുണ്ടെങ്ങനെ, ഖദ് ഗഫർതു ലക മാ സലഫ്, നീ മുമ്പ് ചെയ്തു പോയ എല്ലാ ദോഷവും ഞാൻ നിനക്ക് പുറത്തു തന്നിട്ടുണ്ട്. ഫസ്തഇനിഫിൽ അമല, അതുകൊണ്ട് നീ സൽക്കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് വന്നോളൂ എന്ന് വിളിച്ചു പറയും. ഖദ് ബുദ്ദിലത് സയ്യാതുകും ഹസനാത്, നിങ്ങൾ ചെയ്തു പോയ തെറ്റുകളെ മുഴുവൻ ഈ നോമ്പ് കാരണം അല്ലാഹു നന്മകളാക്കി മാറ്റി എഴുതി തന്നിട്ടുണ്ട് എന്ന് വിളിച്ചു പറയുമത്രേ ആകാശത്ത് വെച്ച്. വമൻ സാദ സാദഹുല്ലാഹ്, ഇനി 15-നേക്കാളും മേലെ ഒരാൾ നോറ്റാൽ അല്ലാഹു തആല പ്രതിഫലം വർദ്ധിപ്പിച്ചു നൽകുന്നതാണ്. മഹാനായ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടായല്ലോ. ആ വെള്ളപ്പൊക്കം ഉണ്ടായത് ആളുകളെ കപ്പലിൽ കയറ്റിയതെന്നറിയോ? റജബ് 1. ഈ കഴിഞ്ഞ പകലില്ലേ, ഇന്ന് കഴിഞ്ഞ പകൽ, ഇതേപോലെ പകൽ വെള്ളമാണ് കൂടി വന്നു. ആളുകൾ മുഴുവൻ കപ്പലിൽ, വിശ്വസിച്ചോലൊക്കെ കപ്പലിൽ കയറ്റിയത് റജബ് 1.